അതെ ഞാന് അടുക്കളയിൽ പോയി നോക്കി നിന്നെ കണ്ടില്ല. ഞാൻ ഇവിടെ നിക്കണല്ലേ ചേട്ടാ, എന്നെ ഇവിടെ ഒന്ന് നോക്കിയാലല്ലേ കാണുള്ളൂ. അതെ കിട്ടിയില്ലായിരുന്നു. കിട്ടിയില്ല ചേട്ടാ, ഞാൻ മേശപ്പുറത്ത് പഴങ്കഞ്ഞി എടുത്തു വെച്ചിട്ടുണ്ട്, പോയി കുടിച്ചോ? അതല്ല, അതിനു മുമ്പുള്ളത്. ഓ, ബ്രഷും വേസ്റ്റ് വാഷ് ബേസിന്റെ അവിടെ ഇരിപ്പുണ്ട്, എടുത്തോ. നിനക്ക് എന്താ മനസ്സിലായി? നമുക്കൊരു ഉണ്ണിയൊക്കെ വേണ്ടേ? ഉണ്ണിയപ്പം വൈകുന്നേരം ചായക്ക് ഉണ്ടാക്കി തരാ ചേട്ടാ. മഴ വന്ന് ഇത് അലക്കി വരിക്കട്ടെ. നീ അലക്കി നശിക്കത്തേ ഉള്ളടി മൂദേവി. അയ്യോ, പിണങ്ങി പോയാ? പോവല്ലേ പോവല്ലേ, ഇങ്ങ് വന്നൊരു കാര്യം പോവല്ലേ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട്. കാലം തരണെങ്കിൽ വന്നൊരു കാര്യം പറയണം. അതെ, എല്ലാരും ചോദിച്ചു തുടങ്ങി. ഇത് പറഞ്ഞ് നമുക്ക് അകത്ത് പോയിരിക്കാം. അതല്ല, അമ്മായിയും കുഞ്ഞമ്മയും വല്യമ്മയൊക്കെ ചോദിക്കണ, കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളായാലും എന്തിനാ വെച്ച് താമസിപ്പിക്കണേ? എടി, അമ്മായിക്കും കുഞ്ഞമ്മയ്ക്കും ഒക്കെ പൊത്തിയുണ്ട്, അതുപോലെ ഇല്ലാതെ പോയില്ലോ നിനക്ക്. ഞാൻ മാത്രം വിചാരിച്ചിട്ട് കാര്യമുണ്ടോ? ചേട്ടനും കൂടി വിചാരിക്കണ്ടേ? 24 മണിക്കൂർ ആ ചിന്ത മാത്രമേ ഉള്ളൂ എനിക്ക്. എന്നിട്ട് എന്താ ചേട്ടാ ചേട്ടൻ പണിക്ക് പോവാത്തത്? പണിക്കാ? ആ, പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളായാലും എന്താ നിന്റെ കെട്ടിയവനെ കെട്ടി പെരയിടത്ത് വെച്ചേക്കണം, പണിക്ക് വിടാൻ പാടില്ലെന്ന് ചോദിക്കണ? അത് ശരി, പണിക്ക് പോലാണോ ഞാൻ കല്യാണം കഴിച്ചത്? ആ, പിന്നെ പണിക്ക് പോട്ടെ. നിന്റെ ഈ വള എന്തിയെ? ഈ വളയെടുത്ത് പണയം വെച്ചിട്ടാണ് വാടക കൊടുത്തത്. ഇനി വള എന്തിയെ? ആ, സാരമില്ല, ഒരു വളയല്ല പോയുള്ളൂ, ഇനിയും 2 വള ഉണ്ടല്ലോ. ആ, ഇങ്ങോട്ട് വായ്പ തന്നെ 2 വള. നിങ്ങൾക്ക് പണിക്ക് പോയാൽ എന്ത് മനുഷ്യ? എടി, എല്ലാരും പറഞ്ഞു സ്ത്രീ സമത്വം വേണം എന്ന് പറയുന്നു. ഈ ഭർത്താവ് തന്നെ ജോലിക്ക് പോകണം നിർബന്ധം എന്താ? പിന്നെ ഞാൻ പണിക്ക് പോണോ? പെണ്ണുങ്ങൾക്ക് എന്താ പോയ കുഴപ്പം? ചേട്ടാ, എനിക്ക് എന്തോരം പണിയുണ്ട് ചേട്ടാ ഇവിടെ. നിനക്ക് എന്തോ പണി? 2 തുണി എടുത്ത് പിടിക്കുന്ന കുത്തിപ്പിഴിയുന്നാണോ വലിയ പണി എന്ന് പറയുന്നത്? പിന്നെ അടുക്കളയിലുള്ള പണി ചേട്ടൻ വന്ന് ചെയ്യോ? പിന്നെ അടുക്കളയിൽ നിന്റെ കഴിവിനെ കുറിച്ചൊന്നും പറയണ്ട. എടി, നീ 24 മണിക്കൂർ ഇവിടെ ഈ കുക്കറീഷോടെ വീഡിയോ ഇരുന്ന് കുത്തിയിരുന്ന് കാണുന്നുണ്ടല്ലോ, അതിന്റെ കഴിവൊന്നും ഞാൻ കാണുന്നില്ലേ അടുക്കളയില്. അങ്ങനെ എന്നെ കുറ്റം പറയാൻ നിൽക്കണ്ട. അങ്ങനെയാണെങ്കിൽ ചേട്ടൻ ഈ കെട്ടും കയറി എന്തോരം വീഡിയോ ഉണ്ട്, ആ കഴിവൊന്നും ഞാൻ കാണണില്ലേ. ഏത് വീഡിയോ? ജിമ്മിന്റെ വീഡിയോ. എന്നിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ഇവിടെ എക്സസൈസ് ചെയ്യണത്. അത് ഞാൻ മനസ്സിലിട്ടാണ് എക്സർസൈസ് ചെയ്യുന്നത്. മനസ്സിലിട്ടല്ലേ എല്ലാവരും എക്സസൈസ് ചെയ്യണം? അല്ലെങ്കിൽ എനിക്കറിയാം, തപാൽ വഴി നീന്തൽ പഠിച്ച ആളിന്റെ മോനല്ലേ. ഇതും പറയും അപ്പുറം പറയും. എന്റെ അച്ഛനെ കുറിച്ച് പറഞ്ഞോണ്ടല്ലോ. അച്ഛനെ പറഞ്ഞ നിങ്ങൾ എന്തി? ചേട്ടാ 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 എന്റെ അച്ഛനെ കുറിച്ച് പറയരുത്. നിങ്ങളുടെ ഈ കോപ്രായം കാരണമാണ് ഞാൻ മാറി മാറി നിൽക്കുന്നത്. ഇപ്പൊ കണ്ണി കുത്താൻ വന്നേക്കണത്. കോപ്രായം? എനിക്കറിയാമല്ലോ, സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ധർണ നടത്തിക്കൊണ്ടിരുന്നപ്പം അതുവഴി വെറുതെ ഞാൻ പോയതാണ്. അവിടെ ലാത്തി ചാർജ് നടന്നത് ഒരു പോലീസുകാരൻ എന്റെ ഞരമ്പിനെ അടിച്ചു. അതാണെന്ന് എനിക്കറിയാവേ. എന്നിട്ട് നീ എന്നെ ഇങ്ങനെ കളിയാക്കരുതായിരുന്നു. വേണ്ട, നാട്ടുകാരൊക്കെ പറയുന്നു, പക്ഷെ നീ പറഞ്ഞപ്പോ എനിക്കത് വേണ്ട. പോവല്ലേ ചേട്ടാ, പിണങ്ങി പോവല്ലേ. കോപ്രാണ്ടോ? അതെ, വിട്. നേരത്തെ ചോദിച്ചത് വേണോ? തരട്ടെ. പഴങ്ങഞ്ഞി എന്ന് പറയാനില്ലേ? പഴങ്ങഞ്ഞിയല്ലേ മാതാ? ബ്രഷും പേസ്റ്റും എന്ന് പറയും. അതല്ല, തരവാ. സത്യം സത്യം സത്യമായിട്ടും തരാം. കൃഷ്ണ, ഇങ്ങോട്ട് വന്നു. ചന്ദ്രണ്ണ ഇവിടെ നിൽക്കായിരുന്ന? അല്ല, ഞാൻ ഇവിടെ മാനത്ത് നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് കയറി വന്നോണ്ട് കാണാൻ പറ്റിയില്ല. നീ ഇപ്പൊ എന്താ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? നീ ഇങ്ങോട്ട് എഴുന്നള്ളി എന്തിന്? അല്ല, ഇവിടത്തേക്ക് ഇവിടെ എങ്ങും തേക്കരുത്. വാടക വീട് എവിടെ തേക്കാൻ പറ്റില്ല. അവിടെ കൊണ്ടുപോയി. അതല്ല, കുറച്ച് മലക്കറിയും മീനൊക്കെ വാങ്ങിച്ച് തന്നു വിട്ട് കൺമണിക്ക് കൊടുക്കാൻ വേണ്ടി. ആര് തന്നു വിട്ടത്? കൺമണിയുടെ അച്ഛൻ അമ്മാവൻ തന്നു വിട്ടതാ. അല്ല, നീ അവളുടെ മുറച്ചെറുക്കനല്ലേ? മുറചെറുക്കനാണ്, പക്ഷെ അന്നം പ്രേമിച്ചവനെ കെട്ടിയല്ലോ. നിനക്ക് നേരത്തെ കെട്ടാൻ്റെ പ്ലാനൊക്കെ ഉണ്ടായിരുന്നു? ഇല്ലണ്ട, അന്ന് പണ്ട് ഈ ബന്ധുക്കളൊക്കെ ചേർന്ന് തീരുമാനിച്ച് അങ്ങനെ കെട്ടാൻ വേണ്ടിയ സമയത്ത് പിന്നെ അന്നം കെട്ടിക്കൊണ്ടു. ഇപ്പൊ എന്നാലും ഇപ്പൊ നിനക്ക് കെട്ടണമെന്ന് തോന്നി? അയ്യോ, ഇല്ലണ്ട, പണ്ടെന്റെ ഭാര്യയല്ലേ, ഒരു കുടുംബരിയല്ലേ. അല്ല, സത്യമായിട്ടും ഇല്ല. എന്നാ ഞാനൊരു സത്യം പറയാം. എന്താ? ഞാനും അവളും തമ്മിൽ ചേർന്ന് പോകും തോന്നില്ല. എന്താണ് പ്രശ്നം? ഞാൻ അവളെ ഡൈവേഴ്സ് ചെയ്യാൻ പോവാണ്.
നിനക്ക് കെട്ടണമെന്നുണ്ടെങ്കിൽ കെട്ടിക്കോ. അണ്ണാ എനിക്ക് അങ്ങനെ താല്പര്യം അത് പണ്ടുണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനെ ആഗ്രഹമുണ്ട്? ഇല്ല അണ്ണാ, ചുമ്മാ വെറുതെ. എടാ ഞാനാ പറയുന്നത്, ഞാൻ നിങ്ങളുടെ പോകാൻ വരട്ടെ. നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തി തരുന്നു, ഇനി ഒന്നും പറയണ്ട. എന്താ പറയുന്നു? എന്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ ഒരു കൈ നോക്കാം അല്ലേ? അവന്റെ വാഗിയിരിക്കുന്നു, അവിടെ മാറിയില്ല. അവൻ എന്തിനാ വന്നേന്ന് നിനക്ക് വല്ലതും അറിയാവോ? നിന്നെ കാണാനല്ല, നിന്നെ കെട്ടാൻ. പിന്നെ ഇല്ല ഇല്ല ഇല്ല, അങ്ങനെയല്ല അണ്ണ പറഞ്ഞപ്പോ ഞങ്ങൾ വെറുതെ. നീ അങ്ങനെ പറഞ്ഞില്ലേ? നീ പറഞ്ഞോ അണ്ണ? ആദ്യം പറഞ്ഞോ, നീ കേട്ടാന്ന് പറഞ്ഞോ? പറഞ്ഞു കേട്ടു നോക്ക്. ഇല്ല ഞാൻ പറഞ്ഞില്ല. നീ പറഞ്ഞോ? ടൈപ്പ് റൈറ്റിംഗ് പറഞ്ഞോണ്ട് ഇറങ്ങാം. അവന്റെ മനസ്സിരിപ്പ് അറിയാലോ. നിന്നെ കല്യാണം കഴിക്കണമെന്നും പറഞ്ഞു വന്നേക്കുന്നു. അല്ല എനിക്കറിയാൻ മേലെ ചോദിക്കാ, നിനക്ക് അവനെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു? എന്നാലും നിങ്ങൾ എന്തായാലും നിന്റെ മുറച്ചെറുക്കനല്ലേ, പണ്ട് ആലോചിച്ചെന്നൊക്കെ പറയുന്നു. അല്ല ഞാൻ ചോദിക്കട്ടെ, ഇനി എന്നെ കെട്ടിയില്ലായിരുന്നു ഇരിക്കട്ടെ, നിനക്കവനെ കല്യാണം കഴിക്കണമെന്നുണ്ടായിരുന്നു? അതിപ്പോ കൃഷ്ണേട്ടൻ മിടുക്കനല്ലേ, എനിക്ക് കെട്ടണോണ്ട് എന്താ? പിന്നെ ഞങ്ങള് കുഞ്ഞായിരുന്നല്ലേ കഞ്ഞിയും കുട്ട വെച്ച് കളിക്കുമ്പോ പപ്പക്കോലുകൊണ്ട് മാല ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴുത്തിലിട്ടിട്ടുണ്ട്. അപ്പൊ രണ്ടാം കെട്ടായിരുന്നോടി ഞാൻ? സത്യം പറ, നിനക്ക് അവനെ കെട്ടണമെന്ന് ആഗ്രഹമുണ്ടോ? ഇല്ല ചേട്ടാ, നിങ്ങൾ ഈ പണിക്കും മേലൊക്കെ പോകാത്ത കുടുംബത്തിൽ ഇങ്ങനെ സംശയം എനിക്ക് മതിയായി പോ. നിങ്ങളെ കൂടെ എനിക്ക് ജീവിക്കണ്ട. പറയണ്ട, പണിക്ക് പോകാതെ ജീവിക്കാൻ എന്നാ മാർഗം? കാശുണ്ടാക്കാൻ മാർഗമുണ്ടോ നോക്കട്ടെ. 5 വർഷങ്ങൾക്ക് ശേഷം ചന്ദ്രേട്ടനില്ലാത്ത കൺമണിയുടെ വീട്. ഇന്നത്തെ ക്ലാസ് ഇത്രയും മതി, ഇനി നാളെ വന്നാ മതി കേട്ടാ. വാ, പിന്നെ അച്ഛനോട് പറഞ്ഞിട്ട് ടീച്ചറിന്റെ ഫീസ് നാളെ തന്നെ മേടിച്ചിട്ട് വന്നോട്ടാ. ശരി, പൊയ്ക്കോ, സൂക്ഷിച്ചു പോണോട്ടാ. ശരി. ഓ എവിടെ ഇരുന്നടാ? എന്റെ ഒന്നേജി കടയിൽ സാധനങ്ങളെല്ലാം കൊണ്ട് കൊടുക്കേണ്ടിരുന്ന. പിന്നെ ആ ജബ്ബാറിന്റെ കടയിൽ ഒരു 50 അച്ചപ്പം കൂടുതൽ വേണമെന്ന് പറഞ്ഞു. അത് ഞാൻ എടുത്തു വെച്ചിട്ട്. ചേച്ചി പിന്നെ നമ്മുടെ ചന്ദ്രൻ ചേട്ടൻ പോയിട്ട് ഇപ്പൊ എത്ര വർഷമായി കാണും? ചേട്ടൻ പോയിട്ട് കുമ്പത്തിലെ ഭരണി വരുമ്പോ 5 കൊല്ലം കൂടാ. നിന്റെ ഓട്ടോറിക്ഷയിലല്ലേ ചേട്ടൻ വന്നത്? എന്റെ ഓട്ടോറിക്ഷ തന്നെ കയറിയത്. അപ്പൊ ഞാൻ അറിയണോ വീട് നാട് വിട്ട് ഒളിച്ചോടി പോവാണെന്ന്? എന്റെ ഓട്ടോറിക്ഷ കയറിട്ട് അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞു. ഞാൻ അമ്പലത്തിന് മുമ്പിൽ ഓട്ടോ ഒരുക്കി ചന്ദ്രൻ ചേട്ടൻ അമ്പലത്തിനുള്ളിലേക്ക് പോയി. മണിക്കൂർ 1 2 3 4 5 അവസാനം 9:30 മണിയായപ്പോ അമ്പലം അടച്ചിട്ട് തിരുമേനി നെയ്ച്ചോരോട്ട് എന്റെ ഓട്ടോയിൽ കയറി. ഞാൻ നേരെ തിരുമേനി ആട്ടെ കൊണ്ട് ഞാനങ്ങ് പോയി. എന്നാലും എന്റെ ചേട്ടൻ എവിടെയാണാവോ? വല്ലാത്തൊരു കഷ്ടമായി പോയി. അല്ലടാ, നീ കഴിഞ്ഞ ദിവസം എന്റെ കുറെ പേപ്പർ ഒപ്പിട്ട് മേടിച്ചിട്ട് പോയിട്ട് എന്തായി വസ്തുവിന്റെ വീടിന്റെ കാര്യത്തിലല്ലേ? ഞാൻ അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് വിധവകൾക്ക് കുറച്ചും കൂടെ പ്രയോറിറ്റി കൂടുതലാണെന്ന്, വസ്തു വീടും കിട്ടാനേ. അപ്പൊ ഞാൻ അവരടുത്ത് പറഞ്ഞു, ചേച്ചി വിധവയാണെന്ന് പറഞ്ഞു. ഞാൻ വിധവയില്ലല്ലോ ചേച്ചി. ഇപ്പൊ എന്തായാലും 5 വർഷമായിട്ട് അയാൾ മിസ്സിംഗ് ആണല്ലോ. ഒരു 3 വർഷം കൊണ്ട് തന്നെ മിസ്സിംഗ് ഒരാളിനെ വേണമെങ്കിൽ മരിച്ചതായിട്ട് കണക്കാക്കാം. ഈ വീട്ടിൽ വാടകയും കൊടുത്ത് ഇവിടെ കഷ്ടപ്പെട്ട് പലഹാരം ഉണ്ടാക്കി ചേച്ചി കിടന്ന് മുരടിക്കുമല്ലേ? അതിനെക്കാട്ടും നല്ല വിധവയാണെന്നൊരു പേപ്പർ എഴുതി ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ ആവശ്യമുള്ള പൈസ തരും, നമുക്ക് വസ്തു വാങ്ങിക്കാം, വീട് വെക്കാം, സുഖമായിട്ട് ജീവിച്ചൂടെ? മാസം മാസം വിധവാ പെൻഷൻ കിട്ടും. വേണ്ടടാ ചേട്ടൻ, എന്തെങ്കിലുമൊക്കെ വരുവായിരിക്കൂടാ. ചേച്ചി ഒന്ന് കൂടെ നിന്ന് തന്നാൽ മതി. ഇന്ന് മിക്കവാറും ഇൻസ്പെക്ഷൻ ആയിട്ട് അവിടുത്തെ ഓഫീസർ വരും. അപ്പൊ വരുമ്പോ ചേച്ചിയാ ഞാൻ വിധവയാണ് എന്ന് പറഞ്ഞു ഒപ്പിട്ട് കൊടുത്ത കാര്യം തീർന്ന്. ഹാപ്പി അബാൻഡൻഡ് ആൻഡ് ഗോൺ ഗൺ ആനിവേഴ്സറി. മനസ്സിലായില്ലേ? ചന്ദ്രണ്ണം പോയിട്ട് 5 വർഷമായില്ലേ? 5 വർഷം അതിന്റെ ആശംസകൾ അറിയിച്ചതാ. ഇല്ലെങ്കിൽ വേണ്ട, കുഴപ്പമില്ല, സാരമില്ല. കഴിഞ്ഞു പാടാ. ഇതാടാ ചിരിക്കണത്? ചമ്മിപ്പോയി. ആട്ടക്കാരൻ എന്താടാ ഈ വീട്ടിൽ കാര്യം? ആട്ടക്കാരനാ? ഞാനേ ചേച്ചിയുടെ അച്ചപ്പവും മുറുക്കും ഉണ്ണിയപ്പവും ഒക്കെ കൊടുക്കാൻ വേണ്ടി എല്ലാം ഞാൻ ചവിട്ടി പൊട്ടിക്കും. ഞാൻ ചേച്ചി സഹായിക്കാൻ വേണ്ടി വന്നതാണെന്ന്. നിന്റെ സഹായത്തിന്റെ ഉദ്ദേശം എനിക്ക് അറിയാം. എന്തുദ്ദേശം? നടക്കത്തില്ല. എന്ത് നടക്കത്തില്ല? എന്ത് നടക്കത്തില്ലേ? എടാ, ഒരു സ്ത്രീ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കോഴ പ്ലാഞ്ചം പോലെ കയറി വരാൻ നിനക്ക് ആട് അധികം തന്നത്? ഇറങ്ങിക്കോ, ഇപ്പൊ വീട്ടിൽ ഇറങ്ങിക്കോണം. നിങ്ങൾ എന്തിനാണ് ഇവിടെ കയറി വന്നത്? എനിക്കും അറിയാം. എനിക്കറിയാം. എനിക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. എന്ത് ഉത്തരവാദിത്തം? എപ്പോ എന്റെ ഈ കൺമണി എസ് പറയുമെന്ന് എനിക്ക് അറിയാൻ പറ്റത്തില്ല. എന്തിന്? അല്ല, എസ് പറഞ്ഞാ അപ്പൊ കഴുത്തിൽ താലി
കെട്ടാൻ വേണ്ടി താലി കൊണ്ട് അടക്കുക ഞാൻ. എടോ മരങ്ങോടാ, അവര് വിധവാ പെൻഷൻ അപേക്ഷ എഴുതി കൊടുത്തിട്ടിരിക്കുക. ഞാൻ അവർക്ക് വസ്തുവും കിട്ടും വീടും കിട്ടും, അവരാ വീട്ടിൽ താമസിക്കുകയും ചെയ്യും. ഞാനും കൂടെ സഹായത്തിന് കാണും. സഹായത്തിന് നീ ഇല്ലെങ്കിലോ? ഇല്ല എന്തില്ല, ഞാനും തന്നെ ഞാൻ കൊല്ലും. എടാ പട്ടി, ഇവിടെ പോടാ, അവിടെ നിൽക്കടാ നീ. ഇറങ്ങടാ വീട്ടിൽ നിന്ന്, നിന്നെ കൊല്ലുവടാ. എന്റെ കൺമണി ആട്ടക്കാരങ്ങൾ ഉദ്ദേശം വേറെ പറഞ്ഞു വിട്. ചേച്ചി ഇയാള് വെറും കോഴിയാണ്, ഇവനെ വീട്ടിൽ കയറ്റി അടുപ്പിക്കരുത്. എന്റെ ദൈവമേ, നിങ്ങൾ രണ്ടും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല. ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചോളാം. രണ്ടും കൂടി ഒന്ന് ഇവിടുന്ന് പോയി തരൂ. മതിയായി, ചത്താ മതി എനിക്ക്. ആരാ? മനസ്സിലായില്ല. മനസ്സിലായി, ഒരു പിച്ചക്കാരനാണെന്ന് മനസ്സിലായി. ഇവിടെ ഒന്നുമില്ല, പൊയ്ക്കോ പൊയ്ക്കോ. എന്റെ കണ്ണിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി. കണ്ണൊക്കെ പഴുത്ത് ഒരുമാതിരി ഇരിക്കുന്നു. പോയി കുളിക്കണമെന്ന്. ശ്ശോ. നിനക്ക് എന്നെ മനസ്സിലായില്ലേ കണ്മണി? പെണ്ണുങ്ങളെ കൈ കയറി പിടിക്കുന്നോളാം. അയ്യോ, അയ്യോ. പ്രായം കാണിക്കണ എന്റെ ചന്ദ്രേട്ടാ. ഇപ്പോഴും മനസ്സിലായില്ലേ നിനക്ക്? എവിടെയായിരുന്നു? എല്ലാം ഞാൻ പറയാം, എല്ലാം ഞാൻ പറയാം. ഹലോ, ഈ കൺമണിയുടെ വീട് എവിടെയാണോ? ആ ഇതിന് ആരാ ഈ കൺമണി? ആ, അപ്പൊ നിങ്ങളൊരു വിധവാ പെൻഷന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുത്തില്ലേ? അയ്യോ സാറാണോ? എന്നെ എൻക്വയറിക്ക് വന്നതാ. സാറേ ഇങ്ങോട്ട് ഇരിക്കും സാറേ. അങ്ങനെയൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഭർത്താവ് അടുത്തോട്ടൊന്നും പറഞ്ഞു കളയരുത്. ഭർത്താവ് ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കള്ളത്തരം പറയണമെന്ന് അവർ വിചാരിക്കും. അവസരം നമ്മളെ പേരിൽ കേസ് കൊടുക്കും. ഞാൻ അകത്താവും, ചേച്ചി അകത്താവും, ഇയാളല്ലേ അകത്താവും. വിധവാ പെൻഷൻ ഇത്രയും കാലം നിങ്ങളെ കൊണ്ട് ഒരു പ്രയോജനം ഈ വീട്ടിലുണ്ടായിട്ടില്ല. അവസാനം നിങ്ങൾ മരിച്ചെന്ന് പറഞ്ഞ് എഴുതി കൊടുത്ത് ചേച്ചിക്ക് ഒരു വസ്തു വീടും കിട്ടും. അങ്ങനെ കൂടെ ഒരു പ്രയോജനം ഉണ്ടായിക്കോട്ടെ. നിങ്ങളുടെ ഭർത്താവിനല്ലേ? ഭർത്താവ് കാണാൻ പോയത്. നിങ്ങളെ കാരാ? ഞാൻ ആട്ടോക്കാരൻ, ചേച്ചിയുടെ അനിയനായിട്ട് വരും. ആണോ? അനിയൻ. അപ്പൊ ഇത് അത് അമ്മാവന്റെ മോന. മുറച്ചെറുക്കരാ. അത് അത് മാമൻ, എന്റെ അച്ഛൻ. അച്ഛാ, തനിക്ക് സുഖമില്ല, അതുകൊണ്ടാണ്. അതെ, ഞാൻ മാമനൊന്നും അല്ല. വയസ്സായാലാണ്, തലയ്ക്ക് വലിയ ഓളമാണ്. അപ്പൊ പിച്ചും പേയൊക്കെ പറയും. ഇപ്പം ഭർത്താവ് എന്ന് പറയും, നാളെ പിന്നെ മാറി. ഈ നിങ്ങളുടെ ഭർത്താവിനെ കാണാതായിട്ട് എത്ര വർഷമായെന്നാ പറഞ്ഞേ? അതിപ്പോ ഏകദേശം ഒരു 5 വർഷവും 3 മാസവും 2 ദിവസവും. കറക്റ്റ് ആണ്. അല്ല, പുള്ളി വേണം വിശ്വസിക്കാനല്ലേ പറഞ്ഞേ? അല്ല, ചില പ്രാന്തമ്മര് പറഞ്ഞ അച്ചട്ടാണ്, കറക്റ്റാണ്. അല്ല ഇത് അച്ഛൻ കിടന്നു. ഇയാൾക്ക് അറിയാവോ ഈ കാര്യം? അപ്പൊ ശരി, നിങ്ങൾക്ക് വിധവാ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി ദാ ഇവിടെ ഒരു സൈൻ ചെയ്ത് തരണം. അയ്യോ, ഒപ്പിടേച്ചി, അയ്യോ, ഒപ്പിടേച്ചി. ഒപ്പിട്ടാലേ വിവിധ പെൻഷൻ കിട്ടൂ. അല്ല, വിധവാ പെൻഷൻ കിട്ടൂ. ഒപ്പിടേച്ചി. കൺമണി, ഒപ്പിടരുത്, ഒപ്പിടരുത്. നിനക്കെന്താണ് ഇവിടെ ഒപ്പിടരുത് പറയാനായിട്ട്? അയ്യോ. ചന്ദ്രേട്ടാ, ചന്ദ്രേട്ടാ, ചന്ദ്രേട്ടാ. മൂത്തതാ, അച്ഛൻ മൂത്തതാ, തലയ്ക്ക് ഭ്രാന്ത് മൂത്തതാ. അയ്യോ, അല്ല, ഇത് ഒപ്പിടുന്നെങ്കിൽ എന്നാ മാത്രമേ പെൻഷൻ കിട്ടുള്ളൂ. ഒപ്പിട്ടോ. അല്ല ചേട്ടാ. ചന്ദ്രേട്ടാ, എന്താ ഈ കാണിക്കുന്നത്? നിങ്ങൾ എവിടെയായിരുന്നു ചേട്ടാ ഇത്രയും കാലം? പെട്ടെന്ന് കാശുണ്ടാക്കാൻ വേണ്ടി പോയതാ. സംഘത്തിന്റെ കൂടെയാ പോയി ചേർന്ന്. അയ്യോ, 5 ലക്ഷം രൂപ കിട്ടുമെന്ന് പറഞ്ഞപ്പോ സത്യം പറഞ്ഞാൽ ഞാൻ അവരുടെ കൂടെ കൂടി പോയി. 5 വർഷമായി ജയിലിൽ കിടന്നത്. അയ്യോ, ഞാൻ അറിഞ്ഞില്ലേ ചേട്ടാ. എന്നിട്ട് നിന്നെ അറിയിച്ചില്ല. കാരണം എന്താ? കള്ളക്കടത്തുകാരുടെ ഭാര്യയാണെന്ന് പറഞ്ഞ് നീ ഇനി നാട്ടിൽ നാറരുത്. അല്ലാതെ നിന്നോട് സ്നേഹമില്ലാത്തിട്ടൊന്നുമല്ല. അങ്ങനെയുള്ള നീ ഞാൻ ജീവിച്ചിരിക്കുമ്പോ നിനക്ക് വിധവാ പെൻഷൻ വേണമല്ലടി. ചേട്ടാ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, എന്നെ ഗതികേട് കൊണ്ട് ചെയ്തു പോയതാ ചേട്ടാ. ഗതികേട് സാരമില്ല, ഞാൻ പണിക്ക് പോയി നിന്നെ നോക്കിക്കോളാം. ചേട്ടൻ ഇനി എങ്ങും പോകണ്ട, പണിക്കൊന്നും പോകണ്ട, ഞാൻ നോക്കിക്കോളാം. അച്ചപ്പം നുറുക്കൊക്കെ ബിസിനസ് ഉണ്ട്, ഇപ്പൊ അങ്ങനെ ജീവിച്ചാ മതി. എന്നെ വിട്ടിനി എങ്ങും പോവല്ലേ ചേട്ടാ. ചപ്പം മുറുക്കും ബിസിനസ് ഒക്കെ തുടങ്ങി. ആ. എന്നാ പിന്നെ അതൊന്ന് പച്ച പിടിക്കാൻ വേണ്ടി ഞാൻ മൂകാംബിയെ പോയി ഒരു നേർച്ചവളക്ക് നേർന്നിട്ട് വന്നാലോ? ഈ പടിക്ക് പുറത്തോട്ട് കാലിന് മുട്ടിയാ തല്ലിടയ്ക്കും പറഞ്ഞേക്കാം. Comedy Master